മഴത്തോരു മുൻപേ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വൈജ ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ടുവന്ന് അലീനയുടെ കൊടുക്കുകയാണ്. അപ്പം അലീനയാണെങ്കിൽ അതിങ്ങനെ നോക്കുന്നുണ്ട്. വൈജ മേഡം ഓർഡർ ചെയ്തതാണെന്ന് ആ വന്ന ആൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ അലീനയാണെങ്കിൽ അതുമായിട്ട് നേരെ വൈജയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഡോറിൽ തട്ടുന്നുണ്ട്. അപ്പം കുറേ നേരം തട്ടി കഴിഞ്ഞ് വൈജയാണെങ്കിൽ തുറക്കുന്നുണ്ട്. എന്താടി ഇങ്ങനെ അവിടെ തട്ടുന്നത്, എന്തിനാടി അവിടുന്ന് ശല്യം ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ ചൂടാവുന്നുണ്ട്. മാഡം ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ടുവന്ന് തരാൻ വന്നതാണെന്ന് പറയുകയാണ്. അപ്പം വൈജയാണെങ്കിൽ ദേഷ്യം വാങ്ങിക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, എന്തിനാ മാഡം ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നത്, ഇവിടെ എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ എന്താണ് മാഡം പറയുന്നത്, അത് ഞാൻ ഉണ്ടാക്കിത്തരാം. എന്തിനാ ഈ ഫുഡൊക്കെ വാങ്ങിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോഴത്തേക്ക് വൈജ പറയാണ്, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഞാൻ ആഹാരം കഴിക്കുന്ന കാര്യവും ഞാൻ എന്തൊക്കെ ചെയ്യുന്ന കാര്യവും നീ തിരക്കണ്ട എന്ന് പറയുകയാണ്. അപ്പം അലീന പറയാണ്, ഞാൻ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നല്ലോ, പിന്നെന്താ മാഡം പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നതെന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ നീ എൻ്റെ ആഹാരത്തിൻ്റെ കാര്യം നോക്കണ്ട, ആർക്ക് വേണം നീ ഉണ്ടാക്കിയ ആഹാരം, എനിക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓർഡർ ചെയ്ത് കഴിക്കാറിയാം, അതിന് നിൻ്റെ അനുവാദം വേണ്ട കാര്യമില്ല, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ ആഹാരക്കാര്യത്തിലും എൻ്റെ കാര്യത്തിലും ഇടപെടാൻ വരല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വൈജ ചൂടാവുകയാണ് അലീനയോട്. മറ്റുള്ളവരെ പോലെ എനിക്ക് നിൻ്റെ സഹായത്തിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യം വരുമ്പോൾ ഞാൻ നിന്നെ അറിയിക്കാം, നീ ഇപ്പോൾ ഇവിടുന്ന് അങ്ങ് പോകാൻ പറയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, അച്ഛനെങ്ങാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കും, ഇവിടെ ഉള്ള ഒരാൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ച കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അലീന പറയാണ്. അപ്പോൾ വൈജ പറയാണ്, നീ അച്ഛനെന്ന് ഉദ്ദേശിച്ച ബാലേന്ദ്രനാണോ, ബാലേന്ദ്രൻ വരട്ടെ, ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കട്ടെ, ഞാൻ ഈ വീട്ടിൽ ഒരു പെയിൻ ഗസ്റ്റായിട്ട് മാത്രമായിട്ട് താമസിക്കുന്നത്, അല്ലാതെ എനിക്കിവിടെ നിന്ന് വന്ന് നിൽക്കണം നിർബന്ധമൊന്നുമില്ല, എൻ്റെ ആങ്ങളമാർ ഇവിടെ കൊണ്ടുവന്ന് തെള്ളിയിട്ട് പോയതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് എൻ്റെ ആഹാരക്കാര്യത്തിലും എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല, ആരും ഇടപെടേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ട് വൈജയാണെങ്കിൽ അലീനെ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അലീന അവസാനം പറഞ്ഞിട്ട് പോവുകയാണ്, മാഡത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുക, മാഡത്തിന് ആഹാരം എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിത്തരാം, പിന്നെയൊക്കെ മാഡത്തിൻ്റെ ഇഷ്ടമൊന്നും പറഞ്ഞ് പോവുകയാണ്. അലീന ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് വൈജയ്ക്ക് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട്. ഭയങ്കര ഇങ്ങനെ ദേഷിച്ച് ഇങ്ങനെ അലീനയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലീന പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ മോളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. എന്താ മോളെ അവിടെ എന്താ പ്രശ്നം, വൈജയായിട്ട് എന്തോ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. അതെ ഒന്നുമില്ല അച്ഛാ, പ്രത്യേകിച്ചൊന്നുമില്ല, മാഡം ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു, അത് കൊണ്ടുവന്നത്, അത് ഞാൻ അങ്ങോട്ട് കൊടുത്തതാണെന്ന് പറയാണ്. എന്ത് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നു, അതിവിടെ പറ്റത്തില്ല എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ ചൂടാവുകയാണ്. അതിനെന്താ അച്ഛാ, മാഡത്തിന് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കട്ടെ, അതിനെന്തിനാ അച്ഛൻ വഴക്കുണ്ടാക്കാൻ പോകുന്നത്, നമ്മളിവിടെ ഉണ്ടാക്കുന്നതൊന്നും മാഡത്തിന് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, മാഡം ഓർഡർ ചെയ്ത് കഴിച്ചോട്ടെ, അതിനെന്താ അച്ഛാന്ന് പറയാണ്. അതിവിടെ പറ്റത്തില്ലേ, ഈ വീട്ടിൽ താമസിക്കുമ്പം ഒരാൾ മാത്രം ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തില്ല, ഈ വീട്ടിൽ എന്തുണ്ടാക്കുന്നോ അത് കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, അച്ഛാ നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത വാശി പിടിക്കുന്നത്, മാഡത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, മാഡത്തിന് ഇഷ്ടമുള്ള ആഹാരം ഓർഡർ ചെയ്ത് കഴിക്കട്ടെ, വേണമെങ്കിൽ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മാഡം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അലീന ബാലേന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ്. അവസാനം ബാലേന്ദ്രൻ പറയാണ്, എന്തെങ്കിലും ആവട്ടെ, ഞാൻ ചെന്ന് ഇനി വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല, ഇനി ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ അലീനയ്ക്കൊരു സമാധാനം ആവുന്നുണ്ട്. അതിനുശേഷം അലീന നേരെ രോഹിത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. കയ്യിലൊരു കവറും ഉണ്ട്. രോഹിത്തെ നമുക്ക് ഒരിടത്ത് വരെ പോയിട്ട് വരാം, ദാ ഈ കവറിൽ ഡ്രസ്സുണ്ട്, ഈ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാമെന്ന് പറയാണ്. അപ്പോൾ രോഹിത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്, എവിടെ പോകാനാ ചേച്ചി എന്ന് പറയാണ്. ആദ്യം നീ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാ, എന്നാലും ഒന്ന് പറയാണ് രോഹിത്ത്. അവസാനം അലീന പറയാണ്, നമുക്ക് അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. അപ്പോൾ രോഹിത്ത് പറയാണ്, ഞാൻ വരുന്നില്ല. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ നീ വരാത്തത്, എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് പുറത്തിറങ്ങാൻ എൻ്റെ മനസ്സ് ശരിയായില്ല എന്ന് രോഹിത്ത് പറയാണ്. അപ്പോൾ അലീന പറയാണ്, നീ ഇങ്ങനെ എന്നും ഈ മുറിക്കകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, അങ്ങനെ ഇരിക്കാനും പറ്റത്തില്ല, പുറത്തിറങ്ങി ആളുകളെ കണ്ട് അവരോടൊക്കെ സംസാരിച്ചാലേ നിൻ്റെ ഈ മാനസികാവസ്ഥ മാറത്തുള്ളൂ, എന്നാൽ ഇതിനൊക്കെ പഴയതുപോലെ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അലീന പറയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഇല്ല ചേച്ചി എന്നെക്കൊണ്ട് അത് നടക്കത്തില്ല, ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, നീ ഒറ്റയ്ക്കല്ലല്ലോ, നിൻ്റെ കൂടെ ഞാനും ഉണ്ട്, നമുക്ക് രണ്ടുപേർ കൂടെ പോയിട്ട് വരാം, നീ എൻ്റെ കൂടെ അല്ലേ വരുന്നത്, നിനക്ക് എന്നെ വിശ്വാസമില്ലേ, നീ എൻ്റെ കൂടെ അല്ലേ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ വീണ്ടും രോഹിത്തിൻ്റെ മുഖത്തിങ്ങനെ തടവിട്ട് പറയുകയാണ്, നീ എന്തിനാ വിഷമിക്കുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ, എന്നെ വിശ്വാസമില്ലേ, നീ എൻ്റെ കൂടെ വാ, നമുക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം, എന്ന് ഈ മുറിയിൽ ഇങ്ങനെ ഇരുന്ന് നിൻ്റെ ജീവൻ നശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അവസാനം രോഹിത്ത് സമ്മതിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോവുകയാണ്. രോഹിത്ത് മുണ്ടൊക്കെ എടുത്ത് അമ്പലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിലാണെങ്കിൽ രോഹിത്ത് ഓരോരുത്തരെ കാണുന്നുണ്ട്. രോഹിത്ത് ഇങ്ങനെ ഭയത്തോടെയാണ് അവരെ നോക്കുന്നത്. അലീനയാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ രോഹിത്തിനോട് കുറേ സംസാരിച്ച് പോവുകയാണ്. പക്ഷെ രോഹിത്താണെങ്കിൽ എതിരെ വരുന്ന ആളുകളെ ഇങ്ങനെ നോക്കുന്നുണ്ട്, അവരുടെ മുഖഭാവം, അവരെ തന്നെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാണ് പോകുന്നത്. പേടിച്ചാണെന്ന് പോകുന്നത്. പക്ഷെ അലീനയ്ക്ക് ഒരു ഭയമില്ലാതെ രോഹിത്തുമായിട്ട് പോവുകയാണ്. നേരെ അമ്പലത്തിൽ ചെന്ന് അമ്പലത്തിൽ തൊഴുകയൊക്കെ ചെയ്യുന്നുണ്ട്.
അതിനുശേഷം അലീനയാണെങ്കിൽ രോഹിത്തിന് ചന്ദനമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം രോഹിത്താണെങ്കിൽ ഇങ്ങനെ അലീനയെ നോക്കുന്നുണ്ട്. ഇന്ന് മുതൽ നീ വേറൊരാളായിരിക്കണം, പഴയ സ്വഭാവമൊക്കെ കളഞ്ഞ് നല്ലൊരു വ്യക്തിയായിട്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനൊരു തെറ്റ് ഒരിക്കലും ചെയ്യത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് അലീനയ്ക്ക് ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ബബിതയാണെങ്കിൽ വൈജയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ബബിതയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുറേ നേരം കൊണ്ട് അവളുടെ അനക്കമില്ലല്ലോ, അവൾ എവിടെ പോയെന്ന് ചോദിക്കുകയാണ് വൈജ ബബിതയുടെ അടുത്ത്. അപ്പം ബബിത അറിയാണ് അത് അമ്പലത്തിൽ പോയേക്കുന്നു, രോഹിയേട്ടനും ഇങ്ങോട്ട് അമ്പലത്തിൽ പോയേക്കുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അമ്പലത്തിലോ? ആ, അമ്പലത്തിൽ പോയേക്കുന്നു, അവർ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോയേക്കുവാണെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വൈജ ദേഷ്യം കാരണം സഹിക്കാൻ വയ്യ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ബാലചന്ദ്രൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത്. ആ സമയത്ത് വൈജി അങ്ങോട്ട് വരുന്നുണ്ട്. വൈജി അങ്ങോട്ട് വന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇവിടുത്തെ ആ വേലക്കാരിയുടെ കൂടെ എൻ്റെ മോനെ എന്തിനാ പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഇങ്ങനെ ഞെട്ടി വൈജയെ നോക്കുന്നുണ്ട്. വേലക്കാരിയുടെ കൂട്ടോ? ഏത് വേലക്കാരി? അല്ല, ഇവിടെ ഹോം നേഴ്സായിട്ട് വന്നിരിക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ, അലീനയുടെ കൂടെ എന്തിനാ എൻ്റെ മോനെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഇവിടെ ആരും വേലക്കാരിയും ഹോം നേഴ്സും ഇല്ല, എൻ്റെ മോൾ അലീന മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. അവളുടെ കൂടെ രോഹിത്ത് പോയ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, അവൻ്റെ ഇഷ്ടപ്രകാരം പോയതാ, ആരും പിടിച്ചു വലിച്ചുകൊണ്ട് പോയൊന്നുമല്ല. എനിക്കത് ഇഷ്ടമല്ലെന്ന് വൈജ പറയുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ നീ അത് രോഹിത്തിനോട് പറഞ്ഞാൽ മതി, എന്നോട് വന്ന് പറയേണ്ട കാര്യമില്ല എന്ന് പറയാണ്. എൻ്റെ മക്കളെയെല്ലാം നിങ്ങളും അവളും കൂടെ നിങ്ങളുടെ സൈഡിലേക്ക് ആക്കുമെന്ന് എനിക്കറിയാം, എൻ്റെ നേരെ തിരിക്കാൻ നോക്കുവാണെന്ന് പറയുകയാണ് വൈജ. അപ്പം ബാലേന്ദ്രൻ പറയാണ്, അതൊക്കെ നിൻ്റെ തോന്നൽ മാത്രമാണ്, മക്കൾക്കൊക്കെ ഇപ്പോൾ ബോധോദയം ഉണ്ടായിട്ടുണ്ട്, ആരാണ് ശരി ആരാണ് തെറ്റെന്ന് എല്ലാവർക്കും ബോധ്യമായി തുടങ്ങി. അപ്പോൾ വൈജ പറയാണ്, അതാ ഞാൻ പറഞ്ഞേ, ബബിതയും അതുപോലെ ഇപ്പോൾ രോഹിത്തിനെയൊക്കെ പറഞ്ഞ് എല്ലാവരെയും കൂടെ പറഞ്ഞ് അവളുടെ സൈഡാക്കുവാണ്. അവളുടെ സൈഡിലാക്കിയാലല്ലേ അവൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് എന്നെ ആക്രമിക്കാൻ വേണ്ടി എല്ലാവരും ഒരു സൈഡിലേക്ക് അവൾ ആക്കിയെടുക്കുവാണെന്ന് പറയുകയാണ് വൈജ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേ ബാലേന്ദ്രൻ പറയാണ്, ഇതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയാണ്, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പിന്നെ നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇപ്പം രോഹിത്ത് വരുന്നുണ്ട്, രോഹിത്തിനോട് നേരിട്ട് പറഞ്ഞാൽ മതി, അത് ഞാൻ എന്താ വേണമെന്ന് നോക്കിക്കോളാം. പിന്നെ അവളെ ഞാൻ കൂടുതൽ കാലം ഈ വീട്ടിൽ വാഴിക്കത്തില്ല, അതിന് വേണ്ടുന്ന കാര്യം ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് വൈജ ദേഷ്യം അങ്ങ് കയറിപ്പോവാണ്. ബാലേന്ദ്രനാണെങ്കിൽ ഇങ്ങനെ പുച്ഛത്തോടെ വൈജി നോക്കിയിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും വൈജിക്കൊരു മാറ്റമില്ലല്ലോ, അത് ആലോചിച്ച് ഇങ്ങനെ ബാലേന്ദ്രൻ നിൽക്കുകയാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് രോഹിത്തും അലീനയും കൂടെ വരികയാണ്. രോഹിത്തിൻ്റെ വേഷം മാറ്റം കാണുമ്പോഴത്തേക്ക് ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പം ബാലചന്ദ്രനാണെങ്കിൽ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്പലത്തിൽ കയറി തൊഴുതോ? നീയും കയറിയോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനും കയറുന്നതിന് എന്താ, ഏത് ദൈവമായാലും പ്രാർത്ഥിച്ചാൽ പോരെ, ഞാനും കയറി തൊഴുതെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രോഹിത്താണെങ്കിൽ ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ രോഹിത്തിനോട് ചോദിക്കുകയാണ്, നിൻ്റെ പനിയൊക്കെ മാറിയോ, നിൻ്റെ അസുഖങ്ങളൊക്കെ മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ മാറി, ഇപ്പം കുറവുണ്ടെന്ന് പറയാണ്. അങ്ങനെ രോഹിത്താണെങ്കിൽ മുറിയിലേക്ക് കയറി പോവുകയാണ്. ഇതൊക്കെ കണ്ട് ഭയങ്കര അത്ഭുതത്തോടെ നിൽക്കുകയാണ് ബബിതയും കൃഷ്ണമോളും. അപ്പം കൃഷ്ണമോൾ വന്ന് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, ചേച്ചിയോട് രോഹിത്തേട്ടൻ സംസാരിച്ച്, എന്നോടും ബബിത ചേച്ചിയോട് മാത്രം ഇതുവരെ സംസാരിച്ചിട്ടില്ല, അതെന്താ സംസാരിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അത് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് രോഹിത്തിനോട് സംസാരിക്കണം, അപ്പോൾ രോഹിത്ത് സംസാരിച്ചോളും എന്ന് പറയാണ്. അപ്പം ബബിത പറയാണ്, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾ ചെന്ന് എന്തെങ്കിലും പറയുമ്പം രോഹിയേട്ടൻ ഞങ്ങളോട് ചൂടായി വരുമെന്ന് പറയുകയാണ്. അപ്പം അലീന പറയാണ്, രോഹി അങ്ങനെ നിങ്ങളോട് ദേഷ്യമൊന്നും വരത്തില്ല, പണ്ടത്തെ രോഹിത്തൊന്നുമില്ല, ഇപ്പം നല്ല മാറ്റമുണ്ട്, ഒരു കാര്യം ചെയ്യ്, നമുക്കിപ്പം പോയി തന്നെ രോഹിത്തിനോട് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളെയും ബബിതയും കൂട്ടിക്കൊണ്ട് അലീന നേരെ രോഹിത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. രോഹിത്ത് അപ്പോഴത്തേക്ക് ഡ്രസ്സ് മാറിയൊക്കെ നിൽക്കുകയാണ്. അപ്പം അലീന പറയാണ്, താണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പരാതി, രോഹിത്ത് അവരോട് സംസാരിക്കത്തില്ലെന്ന്. അതെന്താ രോഹിത്തെ രണ്ടുപേരോട് സംസാരിക്കാതെ, ഇവരോട് എന്തെങ്കിലും പിണക്കമുണ്ടോ എന്ന് അലീന ചോദിക്കുകയാണ്. അപ്പം രോഹിത്ത് പറയാണ്, എനിക്കൊരു പിണക്കവും ഇല്ല എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ പെട്ടെന്ന് രോഹിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിൻ്റെ കൈ കയറി പിടിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തെ കയ്യിലും ബബിതയും കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും രോഹിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും രോഹിയുടെ തോളിലേക്ക് ചായുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്.